വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആദ്യത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വൈ നോട്ട് ഡു അനദർ വൺ. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തുണ്ടാക്കാൻ പോവാ? പൊരിച്ച കോഴിന്റെ ചിക്കൻ ബിരിയാണി. അപ്പൊ കോഴി പൊരിച്ചോണ്ടിരിക്കുകയാണ്. ഏതൊക്കെയാണ് മസാല ഇട്ടേക്കുന്നത്? പറങ്കിപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, പിന്നെ നമ്മള് ഇഞ്ചി ഗാർലിക് ക്രഷ് ചെയ്തിട്ട്. അപ്പോൾ നമ്മള് മസാല റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ എണ്ണ നമ്മൾ അടുപ്പത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞു. ഇത് സെയിം എണ്ണ നമ്മൾ പൊരിച്ച കോഴി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത സെയിം എണ്ണയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ക്രഷ് ചെയ്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടാൻ വേണ്ടി പോവാ. പേസ്റ്റും അതുപോലെ ആ പൊരിച്ച എണ്ണയിൽ നമ്മൾ ഇളക്കി ഒന്ന് എന്താ നമ്മൾ പറയുന്നത്, ഇളക്കൊണ്ടിരിക്കുക. കറിവേപ്പില ഇടാം, ഉള്ളി ഇടാം, സവാള, നല്ല സണ്ണി ഡേ ആണ് കണ്ടോ. ഭയങ്കര ചൂടാണ് ഔട്ട് സൈഡ്. അപ്പം നമ്മളിന്ന് പുറത്തൊന്നും പോയില്ല. പിന്നെ വീക്കെൻഡ് നമ്മൾ ലണ്ടനിൽ പോയായിരുന്നു. ടുട്ടുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ടുട്ടുവിൻ്റെ ബർത്ത്ഡേ നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, ഇവിടെ ഇരിക്കും, ബിരിയാണി ഉണ്ടാക്കും, കഴിക്കും. ഹേ കംസ് അവർ ടുട്ടു. ടുട്ടു ഇത്രയും സമയം പഠിക്കുകയായിരുന്നു. അപ്പോൾ അവളും ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുക്ക് ചെയ്യാൻ. ഹായ് ഹായ്. മണം വന്നിട്ട് വന്നേന്നാ പറഞ്ഞത്. ചിക്കൻ തിന്നാൻ വേണ്ടിട്ട്. ഇല്ല എടുക്കാൻ പാടില്ല, എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളി ഏതാണ്ട് വഴന്നു വന്നു. അപ്പൊ അതിലേക്ക് നമുക്ക് പൊടികളിടാം. മഞ്ഞപ്പൊടി, വേറെ പ്രത്യേകിച്ചൊന്നും ഇടുന്നൊന്നുമില്ല നമ്മള്. മല്ലിപ്പൊടി പ്ലീസ്. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കും. താങ്ക്സ് നിധി. തക്കാളി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇതിന് കുറച്ചുമേ അടച്ചു വെച്ച് വേവിക്കണം. കുറച്ചുമേ ഇങ്ങനെ വഴട്ടാം. ബൈ ദ വേ ഗൈസ്, ജസ്റ്റ് റിയലൈസ്ഡ് നമ്മുടെ അരി തീർന്നു പോയി. അപ്പൊ നമുക്ക് ഇനി അരി വാങ്ങിക്കണം. അരി വാങ്ങിക്കാൻ പോകുന്നത് ടുട്ടു. പോവോ? അരി മേടിക്കാനായിട്ട് മലയാളിക്കട വരെ പോവുക. എന്നിട്ട് അരി മേടിച്ചിട്ട് ഇപ്പോൾ വരും. നല്ല വെയിലാണ് ഇവിടെ, ഭയങ്കര വെയിൽ. അരിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ലുക്സ് അടിപൊളി. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ അതിൻ്റെ അതിൽ ഇടാം. ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മുടെ ചിക്കൻ. ചിക്കൻ അതിൽ മുങ്ങിപ്പോണം, അതാണ് നമ്മുടെ ഈ മസാലയിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന ചിക്കൻ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ടുട്ടു അരി വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം മീൻ ടൈം നമ്മൾ കുറച്ച് സമയം ചില്ലിയാന്ന് വിചാരിച്ചു. നിധി എന്താ നിധി കുടിക്കണേ? ലൈം സോഡ. ഓൾമോസ്റ്റ് മസാലയുടെ കൂടെ ഒന്ന് കുക്കായി. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെച്ചു. അപ്പം കുറച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ കുറച്ച് മല്ലിയില ഇടാൻ വേണ്ടി വിട്ടുപോയി. അപ്പോൾ നമുക്ക് തുറന്നിട്ട് കുറച്ച് മല്ലിയില ഇടാം. അരി കഴുകുന്ന ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാമറ ഞാൻ അങ്ങനത്തെ ഒരു ആംഗിൾ വെച്ചുകൊണ്ട് എൻ്റെ മുഖം കാണത്തില്ലായിരിക്കും, പക്ഷെ കുഴപ്പമില്ല. നമ്മളിപ്പോൾ അരി വറുക്കാണ്. വറുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വറുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് എണ്ണയും നെയ്യും പിന്നെ അതിനകത്തേക്ക് അത്യാവശ്യം പട്ട, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്ന പോലെ ഒരു 10-15 മിനിറ്റ്, 15 മിനിറ്റ് വേണ്ട 10 മിനിറ്റ് നമ്മൾ വേവിക്കും. എന്നിട്ട് നമ്മൾ അതിന് ശേഷം ദമ്മി. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പം നമ്മുടെ അരി അടുപ്പത്തുണ്ട്, ചിക്കനായി. അപ്പം നമ്മളിങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറന്നുപോയി സ്റ്റാർട്ടിങ്ങിൽ ദമ്മി ചെയ്യുമ്പം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഒരു ലെയർ ചോറിട്ടു, അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു. ഇനി കുറച്ച് നമുക്ക് എന്തിടാം,
നമ്മൾ മല്ലിയില ഇങ്ങനെ അങ്ങനെ തന്നെ ഇടുക ചെയ്യാറ്. കശുവണ്ടി ആൻഡ് മുന്തിരി. ഇനി നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇടാം. പൊരിച്ച കോഴിൻ്റെ ദം ബിരിയാണി. ഒരു മുട്ട റോസ്റ്റിൻ്റെ മണമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയായി. നമ്മളിപ്പോ കുറച്ച് സമയം ദം ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. നമ്മള് ബിരിയാണിയോടെ കഴിക്കാനുള്ള സാലഡ് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ അച്ചാർ ഓൾറെഡി ഉണ്ട്. ഗ്രാൻഡ് മാസ് പിക്കിളാണ് നമ്മൾ ഇന്ന് ബിരിയാണിയോടെ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാം റെഡിയായി. ഗ്രാസിയസ്. കുക്കിംഗ് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ബിരിയാണി ഓൾറെഡി നമ്മൾ ദമ്മിലിട്ടല്ലോ, നിങ്ങൾ കണ്ടല്ലോ അതെല്ലാം. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ച് സമയം വന്നിരുന്ന് ചില്ല് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം TV കാണാണ്. നമ്മളൊരു 15-20 മിനിറ്റ് ദം ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതിൽ കൂടുതൽ ആക്ച്വലി ദം ചെയ്യണം, പക്ഷെ നമ്മൾ വിശക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അത്ര മതി. സത്യം പറഞ്ഞാൽ വിശക്കുന്നില്ല, ആർത്തിയാണ്, തിന്നാനുള്ള കൊതി കൊണ്ടാണ് നമ്മൾ അത്രയും സമയം വെക്കുന്നുള്ളൂ. അല്ലേ ഗായ്സ്? ഇവരൊന്നും കേട്ടിട്ടൊന്നുമില്ല, ചുമ്മാ യെസ് പറയും എന്ത് ചോദിച്ചാലും. അങ്ങനെ. അപ്പം ശരി, തിന്നാ സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, ബായ്. അപ്പം നമ്മുടെ ബിരിയാണി റെഡിയായി. ഗ്രാൻഡ് മാസ് അച്ചാർ. ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാൻ പോവാ. ഓ, നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണമുണ്ടോ? നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റീൽ പാത്രമാണ് ഗൈസ്. യം, ലുക്സ് വെരി യം. നമി നമി. ഇതാണ് നമ്മുടെ ബിരിയാണി. ഓ, നൈസ്. നമ്മുടെ ബിരിയാണി. ഓക്കെ, അപ്പൊ നമ്മുടെ ബിരിയാണി ഇതാ റെഡിയായി. നമുക്ക് കുഴച്ച് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് പറഞ്ഞ? കുഴപ്പമില്ല. കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിക്കാം. നിങ്ങളെ ഒരു 10-15 മിനിറ്റിന് ശേഷം കാണാം. Bye. I hope you guys enjoying the vlog. Keep supporting. Thank you so much.